എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസാന ഘട്ടത്തിലാണ്. ഇനി ശശി തരൂർ CPM-ലോട്ടോ BJP-യിലോട്ടോ പോകുന്നു എന്നുള്ള സംശയം മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശശി തരൂർ CPM-ലേക്ക് പോകുമെന്നൊരു വാർത്ത വന്നിരുന്നു. അതായത് പിണറായി വിജയൻ്റെ വ്യാവസായിക നയങ്ങളെ പുകഴ്ത്തി എഴുതിയിരുന്നു. അതായത് പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാധ്യമങ്ങൾ തരൂർ CPM-ലേക്ക് പോകുമെന്ന് പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ശശി തരൂർ BJP-യുടെ കേന്ദ്ര നേതാക്കളുമായി ഒന്ന് നേതാക്കളുമായി മണിക്കൂറോളം ചർച്ച നടത്തി. അപ്പോൾ തരൂർ BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച ഉപാധികൾ എന്താണെന്നറിയാം? ഒന്നുകിൽ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി. ഈ രണ്ട് പൊസിഷനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, BJP-യുടെ മുമ്പിൽ ഉപാധി വെച്ചിരിക്കുന്നത്. പക്ഷേ BJP കേന്ദ്രം തീരുമാനമെടുക്കേണ്ടത് അമിത്ഷായാണ്, തീരുമാനമെടുക്കേണ്ടത് നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. RSSൻ്റെ കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പോൾ ശശി തരൂർ ചില്ലറക്കാരനല്ല, അദ്ദേഹം ഒരു വിശ്വപൗരനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരുപാട് മേഖലയിൽ BJPക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് BJPയിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് ഗുണകരമാകും, കേരളത്തിലെ ഘടകത്തിന് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ, അതൊക്കെ അനലൈസ് ചെയ്തതിന് മാത്രമേ തരൂറിന് BJP എടുക്കൂ. പക്ഷേ എന്ത് തന്നെയാലും തരൂർ രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഈ ഉപരാഷ്ട്രപതി. അപ്പോൾ വിദേശകാര്യമന്ത്രി നമ്മുടെ S ജയശങ്കർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മിനിസ്റ്ററാണ്. അതായത് മോദി മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരാളാണ് ജയശങ്കർ. അപ്പോൾ ജയശങ്കർ മാറ്റാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ശശി തരൂരിന് പണ്ടത്തത്ര ബാർഗെയിനിങ് പവർ ഇല്ല BJPയിൽ ഇപ്പോഴും. മുമ്പൊക്കെ കഴിഞ്ഞ 2019 ആ സമയത്തൊക്കെ BJPയിലോട്ട് വന്നു കഴിഞ്ഞാൽ ശശി തരൂരിന് ബാർഗെയിൻ ചെയ്തിട്ട് വല്ലതും നേടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്ര ഒരു ബാർഗെയിനിങ് പവർ ആവാൻ പറ്റില്ല BJPയുടെ മുന്നിൽ ശശി തരൂരിന്. കാരണം വെച്ചാൽ BJPക്ക് ആവശ്യമില്ല തരൂരിനെ പോലത്തെ ഒരാളാണ്. ഇപ്പം തിരുവനന്തപുരത്ത് പോലും BJP അവിടെ 20,000 താഴെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അവസാനത്തെ 2019 2024. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ ക്യാമ്പ് ചെയ്തിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇലക്ഷനിൽ എന്തായാലും ജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ ഇതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മറിഞ്ഞു. അതായത് പ്രത്യേകിച്ച് ഈ വഖഫിൻ്റെ ഇതൊക്കെ വന്നതിന് ശേഷം ക്രിസ്ത്യൻ സമുദായത്തിനിടയിലൊക്കെ ഭയങ്കരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും BJPക്ക് അവിടെ തിരുവനന്തപുരം പാർലമെന്റിൽ ജയിച്ച് കയറാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ശശി തരൂർ ഇനി അടുത്ത തവണ മത്സരിച്ചാൽ പോലും BJPക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് BJPക്ക് ഇപ്പോൾ വലിയ ആവശ്യമില്ല. അതായത് ഇപ്പോഴും ബാർഗെയിനിങ് പവർ ആവാൻ പറ്റില്ല. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് പറയാം. ചിലപ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവാം. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ശശി തരൂരിനെ എങ്ങനെ ഉപയോഗിക്കണം നന്നായിട്ട് അറിയാം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ സ്റ്റാൻഡുണ്ട്. അതായത് ഈ പാർട്ടിക്ക് അപ്പുറത്ത് കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇദ്ദേഹം വിളിച്ചു പറയും. അപ്പോൾ BJP എന്ന് വെച്ചാൽ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതായത് ഓരോ മന്ത്രിമാരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, അവരുടെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഓരോ മന്ത്രിമാർക്കും പ്രവർത്തിക്കാൻ പറ്റൂ. അതിന് വിരുദ്ധമായി അതിന് മുകളിലേക്ക് ഒരാളും, എന്തൊരു നരേന്ദ്രമോദിക്ക് പോലും അതിന് മുകളിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടില്ലേ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ മോദിക്ക ഗ്യാരണ്ടി അത് അമിതമായിട്ട് മോദി എന്താ പറയേണ്ടത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പ്രചാരണം നടത്തിയതിൻ്റെ ശിക്ഷയാണ് RSS കൊടുത്തത് 2024 ലോക്സഭാ ഇലക്ഷനിൽ. അതായത് മോദി ഒന്ന് ചെറുങ്ങനെ RSS ഒന്ന് ചെറുങ്ങനെ മോദിയുടെ ചെവി പിടിച്ചു. അതുകൊണ്ടാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ. നമുക്കറിയാം, അപ്പോഴത്തെ പ്രസിഡന്റ് JP നദ്ദ, BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ 2024 പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുണ്ടായി, ഇനി RSSൻ്റെ സഹായം BJPക്ക് ആവശ്യമില്ല, BJP ഒറ്റക്കാലിൽ നിൽക്കാൻ പ്രാപ്തരായി, അപ്പോൾ ഇവരെ സഹായം വേണ്ടാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം എത്തിയിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവർ പാർട്ടിക്ക് ഇത് സംഘടനയ്ക്ക് മുകളിൽ വളരുന്നു, സംഘടനയ്ക്ക് മുകളിൽ ചിന്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ RSS എന്നെ ചെവിക്ക് ഒരു പിടി കൊടുത്തതാണ്. അതുകൊണ്ടാണ് BJPക്ക് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാഞ്ഞ്. RSSൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരാളെ, അത്തരത്തിലുള്ള ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ, ശശി തരൂർ പോലത്തെ ഒരാളെ BJPയിൽ എടുക്കുമ്പോൾ RSSൻ്റെ കൂടി തീരുമാനം എന്തായാലും വേണ്ടി വരും. അതായത് ഇദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായ പല കാര്യങ്ങളും പറയും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിന് ചില എന്താ പറയുക അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പെർമിഷൻ വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പാർട്ടിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കോൺഗ്രസിൽ നിന്നാൽ തനിക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ശശി തരൂരിന് മനസ്സിലായിട്ടുണ്ട്.
അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കഴിവ് പാർട്ടി യൂസ് ചെയ്യണം, അതായത് തനിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം തരണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കുമെന്നാണ് പറയുന്നത്. വേറെ വഴി എന്ന് വെച്ചാൽ വേറെ പാർട്ടിയിലോട്ട് പോകുക എന്നുള്ളത് തന്നെ. പിന്നെ അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ കോൺഗ്രസ്, അതായത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം കൊണ്ട് 2026 എന്താ പറയുക ഭരണത്തിൽ വരാൻ പറ്റില്ല, സംസ്ഥാനത്ത് ഭരണത്തിൽ വരാൻ പറ്റില്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ്, അദ്ദേഹം ഉന്നം വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു റോള് കൊടുക്കാൻ പറ്റില്ല. അതായത് കേന്ദ്രമന്ത്രിസഭയോ ഭരണം കഴിയില്ല, അപ്പോൾ കേന്ദ്രത്തിൽ അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം നോട്ടമിടുന്ന കേരള മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞത്, അതായത് കേരളത്തിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരെ വെച്ച് ഭരണം പിടിക്കാൻ പറ്റില്ല, അതായത് ഈ പോക്ക് പോകുകയാണെങ്കിൽ 3ാം തവണയും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതിന് എൻ്റെ കപ്പാസിറ്റി യൂസ് ചെയ്യണം, എന്നെ മുൻനിർത്തിയിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാം, എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് പറഞ്ഞത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിൽ ആരുമില്ല. ആകെ ചാനൽ ചർച്ചയിലേക്ക് വരുന്നത് ഈ എന്താ പറയുക ഈ കെ മുരളീധരൻ മാത്രമാണ് ഇദ്ദേഹത്തിനെ പിന്തുണക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട കേരളത്തിൽ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തരൂറിന് കേന്ദ്രത്തിനാണ് ആവശ്യം, അതായത് തരൂറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഇവിടെ നോക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള ലോക്കൽ നേതാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞതിന് പിന്നിലെന്താണെന്ന് അറിയാം. അതായത് തരൂർ ഉന്നം വെക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അതായത് UDF അധികാരത്തിൽ വരും, എന്താ പറയുക കോൺഗ്രസിന് അധികാരം കിട്ടും, അപ്പോൾ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ ഈ കളി കളിക്കുന്നത്. പക്ഷേ എത്രത്തോളം നടക്കുന്നു കണ്ടറിയില്ല. പക്ഷേ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ VD സതീശനുണ്ട്, അതായത് സുഡാപ്പി സതീശനുണ്ട്, പിന്നെ ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്, പിന്നെ KC വേണുഗോപാലുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയുക 4-5 പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഓൾറെഡി അടിയും പിടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്കാണ് തരൂരിൻ്റെ കയറ്റം. അപ്പോൾ തരൂരിൻ്റെ ആഗ്രഹം എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ തരൂർ പറഞ്ഞു തന്നെ തൻ്റെ കപ്പാസിറ്റി മാക്സിമം, അതായത് തൻ്റെ കപ്പാസിറ്റി തൻ്റെ ക്യാപ്പബിലിറ്റി യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ആണ്. BJP എത്രത്തോളം എന്താ പറയുക BJP എത്രത്തോളം ശശി തരൂരിന് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് പാർട്ടിക്ക് അതീതമായി പല കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. BJP അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ പോകാനുള്ള സാധ്യത പിണറായി വിജയൻ്റെ ക്യാമ്പിലേക്കാണ്. പിണറായി വിജയൻ്റെ ക്യാമ്പിലേക്ക് വിട്ട് തരൂരിനെ മുഖ്യമന്ത്രിയാകുമോ? ഇല്ല, അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവിടെ പാർട്ടിക്കാരെ പിണറായി വിജയനാണ് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കും. അപ്പോൾ തരൂരിനെ എന്തായാലും മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവഗണന തന്നെയായിരിക്കും. ചിലപ്പം കുട്ടി ഘോഷിച്ച് CPM-ലേക്ക് കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കൊണ്ട് നടന്ന് ആഘോഷിച്ച് ഭയങ്കര എന്താ പറയുക കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആഘോഷിച്ച് കൊണ്ട് നടക്കും. അത് സൈബർ കമ്മികളൊക്കെ എന്താ പുകഴ്ത്തലും പാട്ടുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കളയും. അതായത് പിന്നെ തരൂരൊന്നും ആവശ്യമില്ല, പിന്നെ മരുമകനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കും, ഇല്ലെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ ആ ഒരു സോഴ്സ് അപ്പോൾ അങ്ങോട്ടും പോകാൻ സാധ്യതയില്ല തരൂർ. അതായത് CPM ക്യാമ്പിലോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ കോൺഗ്രസ് പാർട്ടി വിടാതെ തന്നെ, അതായത് വിടാൻ സാധ്യത കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ലോട്ട് പോകാൻ കഴിയില്ല. BJP-ലോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ബാർഗെയിൻ പവർ ആവാനും പറ്റില്ല. അപ്പോൾ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ തന്നെ നിന്നിട്ട് ഒരു ബാർഗെയിനിങ് പവറായിട്ട് മാറിയിട്ട് പിന്നെ ഭരണം കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിച്ചെടുക്കും. അത് മാത്രമാണ് തരൂരിന് മുന്നിലുള്ള വഴി. BJP-യുടെ മുന്നിൽ അങ്ങനെ ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ BJP-ക്ക് ഇപ്പോൾ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതായത് BJP-ക്ക് ആവശ്യമില്ല തരൂരിനെ. എന്താ പറയുക പിന്നെ 2026 കേരളത്തിലെ ഇലക്ഷനിൽ BJP ടാർഗറ്റ് ചെയ്ത ഒരു 10-15 MLA-മാരാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുക, ഒരു 10 MLA-മാരെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വരരുത് തന്നെയാണ് കേരളത്തിൽ. അതായത് ഇവിടെ ഒരു കോൺഗ്രസ് സർക്കാർ BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട് CPM-ആയിട്ട് BJP. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും തരൂരിന് ബെറ്റർ എന്ന് വെച്ചാൽ തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് ഇലക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാതെ ഹരിയാനയിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഭരണം എന്തായാലും ജനങ്ങൾ തരും, ഞങ്ങൾ ചുമ്മാ പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് തരുന്നില്ല ധാരണയിലാണ് ഹരിയാനയിലെ കോൺഗ്രസ്സുകാർ ചെയ്തത്. എന്താണ് റിസൾട്ട് വരുമ്പോൾ നേരെ തകിടം പറഞ്ഞ് എന്താ പറയുക BJP അതിശക്തമായ രീതിയിൽ അവിടെ വീണ്ടും മൂന്നാമതും ഭരണത്തിൽ തിരിച്ചെത്തി. അപ്പോൾ ആ ഒരു അനുഭവം ഈ കോൺഗ്രസ്സുകാരുടെ മുന്നിലുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ പറയുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം, എന്നാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ പറ്റുമെന്ന് ശശി തരൂർ നേതൃത്വത്തോട് പറയാതെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണെന്നാവുന്നത്. BJP തരൂരിനെ എടുക്കുമോ അതോ CPM-ലോട്ട് പോകുമോ എന്ന് നമുക്ക് കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അഥവാ BJP-യിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ നൽകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അതൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.